ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയോ ഉഴുന്നോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറുപയർ വെച്ചിട്ടാണ് ദോശ തയ്യാറാക്കുന്നത്. ചെറുപയർ ദോശ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെറുപയർ ദോശ തയ്യാറാക്കുന്നത്. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറുപയർ നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 6 മണിക്കൂറൊക്കെ ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിവിടെ ഓവർനൈറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കുന്നില്ലെങ്കിൽ 2 തവണയായിട്ടൊക്കെ അരച്ചെടുക്കാം കേട്ടോ. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് 2ഓ 3ഓ ഒക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ഈ ഒരു സൈസിലുള്ള ഇഞ്ചി, അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. 2ഓ 3ഓ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, 1/4 ടീസ്പൂണോ അതിൽ കുറവോ ഒക്കെ ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് അരക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ആദ്യം ചേർക്കാൻ പാടില്ല. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കുന്നതിന് പകരം ഈ ഒരു സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ദോശ തയ്യാറാക്കി തുടങ്ങാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ പുരട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തവി കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ദോശ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണയോ നെയ്യോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കാം. ദോശയുടെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ചൂടോട് കൂടെ കഴിക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. ചൂടോട് കൂടെ കഴിക്കുമ്പം ഈ ഒരു ദോശയ്ക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നും വരില്ല. ചെറിയ എരിവോട് കൂടിയുള്ള ദോശയാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ദോശ റെസിപ്പീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്